സകല കോൺഗ്രസ് നേതാക്കളും ഒരേ സ്വരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഇല്ലാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. എതിർപ്പിന്റെ ശബ്ദത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ എതിർക്കുന്നത് ഒന്നേ ഒന്നിനെയാണ്, അത് റിപ്പോർട്ടർ ചാനലിനെയാണ്. എന്നും കൊന്നും റിപ്പോർട്ടർ ചാനൽ കൈരളിയേക്കാൾ കൂടുതൽ CPM-നുടെ ഇടതുപക്ഷത്തിനും വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ചാനലിന്റെ സകല സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണം വരെ മോഷ്ടിച്ച് ഖജനാവിനെ പൂച്ചപെറ്റ് കിടക്കാൻ പോലും ആക്കിയവരാണ് ഈ കൂട്ടർ. അതിനുവേണ്ടിയാണ് അവർ കോൺഗ്രസിലെ നേതാക്കളുടെ പിന്നാലെ നടന്ന് എവിടെയൊക്കെ ക്യാമറ വെക്കാവോ അവിടെയൊക്കെ ക്യാമറ വെച്ചുകൊണ്ടാണ് അവർ കോൺഗ്രസിനെ താറടിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത്. വാർത്താ സമ്മേളനങ്ങളിലും റിപ്പോർട്ടർ ചാനൽ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ഇതിനെതിരെ പല സന്ദർഭങ്ങളിലും കോൺഗ്രസിലെ നേതാക്കൾ പൊട്ടിത്തെറിച്ചിട്ടുമുണ്ട്. നേരത്തെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം സജീവമായപ്പോൾ വീണ്ടും തിരികെ കൂട്ടിൽ കയറ്റാനാണ് റിപ്പോർട്ടർ ശ്രമിച്ചത്. ഇതിനെതിരെ രാഹുൽ പൊട്ടിത്തെറിച്ചപ്പോൾ പിന്നീട് റിപ്പോർട്ടറിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യമേ ഉണ്ടായിട്ടില്ല. സമാന രീതിയിൽ VD സതീശനെ പൂട്ടാൻ പോലും ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ തന്നെ. CPM പോലും ഭയക്കുന്ന മൂർച്ചയുള്ള നാവ് സ്വന്തമായിട്ടുള്ള നേതാവാണ് VD സതീശൻ. ആ പ്രതിപക്ഷ നേതാവിനെ മെരുക്കാനുള്ള ലെവലൊന്നും റിപ്പോർട്ടറിനില്ല. KPCC ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ട് VD സതീശനെ വളഞ്ഞ റിപ്പോർട്ടർ ചാനൽ ചൊറിയുന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ കണക്കിന് കൊടുത്താണ് സതീശൻ റിപ്പോർട്ടർ ചാനലിലെ ആ ചൊറിച്ചിലങ്ങ് മാറ്റിയത്. നിങ്ങൾ ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ? നിരന്തരമായി എന്നെ തടസ്സപ്പെടുത്തുകയാണല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ ഓഫീസിൽ ഇരിക്കുന്നവരുടെ അടുത്ത് പോയി ചോദിക്കൂ. പിന്നാലെ മറ്റൊരു ചോദ്യം റിപ്പോർട്ടർ പ്രതിനിധിയിൽ നിന്നുണ്ടായതോടെ തനിക്ക് മറുപടി പറയാൻ സൗകര്യമില്ല എന്നും സതീശൻ പറയുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലിനെ വിറപ്പിക്കുന്ന സതീശന്റെ വീഡിയോ ഒന്ന് കാണാം. എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട, ഇത്രയും ചോദ്യം. നിങ്ങൾ അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിൽ വല്ലാരും ഉണ്ടാ വല്ല ഇതൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അല്ല. അന്ന് എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ്. അത് വേണ്ട, എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. വേറെ വല്ലതുണ്ടെങ്കിൽ പറയും. വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ. ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല. ഞാൻ നിങ്ങളെ കാണുന്നില്ല. ഇല്ലെന്ന് സംസാരിക്കില്ല എന്ന് പറഞ്ഞില്ല. വീണ്ടും ഞാൻ